പൊതുവേദി ആരംഭിക്കുന്നു. പോലീസിലെ അടിമപ്പണിയിൽ നടപടി. ബറ്റാലിയൻ എഡിജിപി സ്ഥാനത്ത് നിന്ന് സുധേഷ് കുമാറിനെ മാറ്റി. സുധേഷ് കുമാറിന്റെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവം വിവാദമായതിന് പിന്നാലെയാണ് സർക്കാർ നടപടി. സുധേഷ് കുമാർ പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അടിമപ്പണിക്കെതിരെ പോലീസ് അസോസിയേഷൻ ഭാരവാഹികൾ ഡിജിപിക്ക് നേരിൽ കണ്ട് പരാതി അറിയിച്ചു. സർക്കാർ ഇടപെടൽ സ്വാഗതം ചെയ്യപ്പെടുമ്പോഴും ഈ നടപടികൾ അടിമപ്പണി പൂർണ്ണമായും അവസാനിപ്പിക്കാൻ പര്യാപ്തമാണോ എന്ന സംശയം അവശേഷിക്കുന്നു. ഈ വിഷയമാണ് പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. ഇതുവരെയുള്ള നടപടി അടിമപ്പണി അവസാനിപ്പിക്കുമോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661588. വാട്സ്ആപ്പ് വീഡിയോയായും പ്രതികരണം അറിയിക്കാം. പൊതുവേദി ആരംഭിക്കുമ്പോൾ ആദ്യം CR ബിജു ആണ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുള്ളത്. അദ്ദേഹം പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രതിനിധിയാണ്. ശ്രീ CR ബിജു, ഇന്ന് ചില നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തെ സുധേഷ് കുമാറിനെ ബറ്റാലിയൻ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. പകരം ചുമതല നൽകിയിട്ടുമില്ല. ഒപ്പം നിങ്ങൾ DGPയെ കാണുകയും കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. ചില ഉറപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഉറപ്പുകളാണ് നിങ്ങൾക്ക് DGPയിൽ നിന്ന് ലഭിച്ചത്? തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായതിൽ കൃത്യമായ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായി തന്നെയുള്ള നടപടികളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ്. സ്വാഭാവികമായും ഒരു കീഴുദ്യോഗസ്ഥന്റെ പരാതിയിൽ മേലുദ്യോഗസ്ഥന്റെ മകളാണ് മറുഭാഗത്ത് വരുന്നതെങ്കിൽ പോലും FIR ഇട്ടത് പോലും ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമാണ് എന്നൊരു സാഹചര്യമുണ്ട്. ഇന്ന് സംസ്ഥാന ഭാരവാഹികൾ സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാരുമായി ഈ സാഹചര്യത്തെ സംബന്ധിച്ചുള്ള സജീവ ചർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപൂർവങ്ങൾ ഒരു നിത്യസംഭവം അല്ലെങ്കിൽ ഇതൊരു പൊതു കാഴ്ചപ്പാടാണ്, എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇത്തരക്കാരാണ് എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല എന്ന് തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ. അപൂർവം ചിലരിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പെരുമാറ്റങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഇടപെടലുകൾ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും സംസ്ഥാന പോലീസ് മേധാവി ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമവിരുദ്ധമായി ഇത്തരം ജോലികൾ ചെയ്യിക്കുന്ന സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കുവാനുള്ള കരുതൽ അത് സംഘടനയുടെ ഭാഗത്തുനിന്ന് ശക്തമായി തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവരുമായി പങ്കുവച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ അവർക്ക് സ്വൈര്യം പോലീസ് സംഘടനകളെ അറിയിക്കാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഡിപ്പാർട്ട്മെന്റിന് നേരിട്ട് അത്തരം പരാതികൾ നൽകുവാനുള്ള അവസരം പോലും ഉണ്ടാക്കുവാനുള്ള നടപടിക്രമങ്ങൾക്ക് തീരുമാനം ഇന്നായിട്ടുണ്ട്. ശ്രീ CR ബിജു, ഇവിടെ സുധേഷ് കുമാറിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അനുവദനീയമായതിൽ കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ ഉയർന്ന വലിയ ആരോപണം, അതിന്റെയൊക്കെ ഒരു ആകെത്തുകയാണ് അദ്ദേഹത്തിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ഇപ്പോഴത്തെ നടപടി. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് ഫോളോവേഴ്സും പോലീസുകാരും ഒക്കെ അനുഭവിക്കുന്ന ഈ അടിമപ്പണിക്കെതിരായ ഒരു കൃത്യമായ നടപടിയായി അതിനെ നമുക്ക് കാണാൻ കഴിയുകയുമില്ല. നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഉറപ്പ് ഇനി അടിമപ്പണി ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ പര്യാപ്തമായതാണോ? അടിമപ്പണി എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസിനെ വേറിട്ട ചിന്തയിലൂടെ കാണണമെന്നൊരു അഭ്യർത്ഥന ഞാൻ മുമ്പോട്ട് വെക്കട്ടെ. കേരളം ഏറെ പുരോഗതി കൈവരിച്ച നാടാണ്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സൈനിക മേഖലകളിലും ഈ അവസ്ഥ ഇന്നും തുടരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 1980-കളിൽ പോലീസ് സംഘടന പ്രവർത്തിച്ചു തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ ഓർഡർലി എന്ന പേരിൽ ഇത്തരത്തിലുള്ള ഡ്യൂട്ടിയുടെ രൂപത്തിൽ നിയോഗിച്ചു വിടുന്നതിനെ നിയമം മൂലം നിരോധിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. 2011 വന്ന KP ആക്ടിൽ വകുപ്പ് 99 പ്രകാരം ദാസ്യവൃത്തിക്കായി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമമുണ്ടായ നാടാണ് കേരളം. തീർച്ചയായും അതിനൊക്കെ ശേഷവുമാണ് ഇപ്പോഴും ഇവിടെ ഇത് നടക്കുന്നത്. അതിനെ ഉത്തരേന്ത്യയിലെ സംസ്ഥാനമായോ സൈനികർക്കിടയിലുള്ള നടപടികളുമായോ ഒന്നും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഇത് നടക്കുന്നു എങ്കിൽ അത് ഇനി ഒരു ദിവസം കൂടി ആവർത്തിക്കാൻ പാടില്ല. അതിനുള്ള നടപടികളാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ നടപടികൾ എടുക്കുന്നതിനപ്പുറം ഇനി ഇക്കാര്യം ആവർത്തിക്കില്ല എന്ന് പറയുന്നതിന്, അത് ഉറപ്പാക്കുന്നതിന് ഈ നടപടികൾ പര്യാപ്തമാണോ എന്ന സംശയമാണ് നിലനിൽക്കുന്നത്. താങ്കൾ ദയവായി തുടരുക. ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിലുണ്ട്, ഷാജഹാൻ എന്ന പ്രേക്ഷകൻ. പറഞ്ഞോളൂ ഷാജഹാൻ. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ശരിക്കും പറഞ്ഞാൽ ഈ നിയമപാലകരായ പോലീസുകാർക്ക് അവർക്ക് ഔദ്യോഗിക ഡ്യൂട്ടികൾ കൃത്യമായി ചെയ്യാൻ സമയത്ത് ചെയ്യാനും അനുവദിക്കാത്ത മേലുദ്യോഗസ്ഥന്മാരാണുള്ളത്. കാരണം ഞാൻ പലപ്പോഴും ഒരു പ്രവാസിയാണ്, ഞാൻ പലപ്പോഴും വരുന്ന സാഹചര്യങ്ങളിൽ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ പോലീസ് എയർപോർട്ടിനുള്ളിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്, പോലീസുകാരെ കൊണ്ട് പുറത്തുള്ള ഹൈ ലെവൽ ഉദ്യോഗസ്ഥന്മാർ കള്ളുകൾ, അതായത് നമ്മള് വിദേശ മദ്യം വരെ ഉള്ളിൽ നിന്ന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, അതിന്
SP മുതൽ മേലോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും പല ആൾക്കാരും പല രീതിയിലുള്ള അവരുടെ നിയമത്തിന് അതീതമായിട്ട് അവർക്ക് ജോലി ചെയ്യാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുപാട് അടിപ്പണികൾ ഈ പോലീസുകാർ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പോലീസുകാരെ ഉറപ്പായിട്ടും സ്വാതന്ത്ര്യമായിട്ട് വിടാൻ അനുവദിച്ചില്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു കാരണവശാലും അവർക്ക് ആ ഡ്യൂട്ടി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ കുടുംബത്തിലും ഒരിടത്തും ഒരു സമാധാനം ഉണ്ടാവില്ല. എന്തെങ്കിലും നന്ദി ഷാജഹാൻ, ദുബായിൽ നിന്ന് വിളിച്ചതിനും താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിനും. ഷൗക്കത്ത് എന്ന പ്രേക്ഷകൻ കൂടി ടെലിഫോൺ ലൈനിൽ. പറഞ്ഞോളൂ ഷൗക്കത്ത്. ഈ ഇപ്പോഴത്തെ സാറിന്റെ ഓഫീസറുണ്ടല്ലോ, അവർക്കൊരു ഡ്യൂട്ടിയിൽ നിന്ന് തിരിച്ചു വെക്കുന്നൊക്കെ കേട്ടു. അതല്ലാണ്ട് ഡ്യൂട്ടി തന്നെ ഒരു തരത്തിലുള്ള ജോലി ആൾക്ക് കൊടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. എന്താ പറഞ്ഞാൽ ശിക്ഷ എത്രത്തോളം ചുരുങ്ങുന്നോ അത് വീണ്ടും ആവർത്തിക്കും. എന്താ പറഞ്ഞാൽ ഇതുവരെ ഒരു തെറ്റ് ചെയ്തു, അതിന് കഴിഞ്ഞ് വേറൊരു ഉദ്യോഗസ്ഥനായിട്ടുള്ള പോസ്റ്റ് തന്നെ അയാൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ജോലി ഒരു തരത്തിലുള്ള ജോലി ആൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇനി വരുന്ന ആൾക്കാർക്ക് അതൊരു പാടായിരിക്കണം. തൃശ്ശൂരിൽ നിന്ന് ഷൗക്കത്ത് എന്ന പ്രേക്ഷകനാണ് വിളിച്ചത്. ഒരു ജോലിയിലും ഇനി അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ പാടില്ല, കൂടുതൽ കടുത്ത നടപടികൾ വേണം എന്നാണ് ഷൗക്കത്ത് ആവശ്യപ്പെടുന്നത്. പ്രേക്ഷകർ ദയവായി ശ്രദ്ധിക്കുക, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, മണി എന്ന പ്രേക്ഷകൻ. പറഞ്ഞോളൂ മണി. ടെലിഫോൺ കട്ടായിരിക്കുകയാണ്. തിരിച്ചു വരാം പ്രേക്ഷകരിലേക്ക്. ശ്രീ CR ബിജു, ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല എന്ന് തെളിയിക്കുന്ന നിരവധിയായ മറ്റ് സംഭവങ്ങൾ കൂടി മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. SIP ക്യാമ്പിലെ ഡെപ്യൂട്ടി കമാൻഡന്റ് PV രാജു സ്വന്തം വീട്ടിൽ ടൈലിടാൻ പോലീസുകാരനെ ഉപയോഗിച്ച സംഭവം, പോലീസിലെ അടിമപ്പണി ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തെളിയിക്കുന്ന മറ്റൊന്നാണ് ബറ്റാലിയൻ ADGP ആയിരുന്ന നിതിൻ അഗർവാളിന്റെ വീട്ടിലെ പട്ടിയെ കുളിപ്പിച്ചിരുന്നത് പോലീസുകാരെ കൊണ്ടാണ് എന്ന് തെളിയിക്കുന്ന ന്യൂസ് 18 അല്പം മുമ്പ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, പലയിടത്തും ഇതുണ്ട്. പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ മാത്രം കുറവാണ് എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിനുള്ള നടപടികളാണ് വേണ്ടത് താനും. നേരത്തെയും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം നിർദ്ദേശങ്ങളും നടപടികളും ഒക്കെ ഉണ്ടായിട്ടും ഇതിങ്ങനെ ആവർത്തിച്ചു പോകുന്നത് ഒരു കീഴ്വഴക്കമായി ആവർത്തിച്ചു പോവുകയായിരുന്നു. അതിന് പല സാഹചര്യങ്ങളും മറ്റും ഉണ്ട് താനും. അങ്ങനെ ഇനി ഇത് ആവർത്തിക്കില്ല എന്നുറപ്പാക്കാൻ എന്ത് നടപടിയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇത്തരത്തിൽ പോലീസിനെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് വെറും വാക്കുകളല്ല, കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ തന്നെ നിലപാട് പരസ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ സമീപനം നമുക്കറിയാവുന്നതാണ്. ഒരു നിലപാടെടുത്താൽ അതിൽ തീരുമാനമുണ്ടാകുമെന്ന കാര്യത്തിൽ സമൂഹത്തിൽ ആർക്കും സംശയമില്ലാത്തതുപോലെ തന്നെ ഞങ്ങൾക്കും യാതൊരു സംശയവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ സംഘടനാപരമായ ഒരു കാര്യം എല്ലാ മെമ്പർമാരെയും ഈ മേഖലയിലെ ഇരു സംഘടനകളും കൈക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനം, ഇത്തരത്തിലുള്ള ഒരു ജോലിക്കും ആരും തന്നെ പോകേണ്ടതില്ലെന്നും പോലീസ് ജോലിയുടെ അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായി സർവീസിൽ കടന്നു വന്നവൻ പോലീസിന്റെ ജോലി ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരിപൂർണമായും മാറണമെന്നും, നിർബന്ധിച്ചാരെയും ഇത്തരം ജോലി ചെയ്യാൻ കേരളത്തിൽ കഴിയില്ല, അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് പോകാൻ മനസ്സ് കാണിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാരും അത്തരം ജോലികൾക്ക് പോകാൻ പാടില്ല എന്ന ഉറച്ചൊരു നിലപാടിലേക്ക് സംഘടനകൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിന് വിരുദ്ധമായി ആരെങ്കിലും പെരുമാറുകയാണെങ്കിൽ തീർച്ചയായും അവരെ തിരുത്തുവാനുള്ള പ്രവർത്തനവും ഞങ്ങൾ ഏറ്റെടുക്കും. ശരി, ദയവായി താങ്കൾ തുടരുക. മറ്റൊരു പ്രേക്ഷകൻ ബാലകൃഷ്ണപിള്ള, പറഞ്ഞുകൊള്ളൂ താങ്കളുടെ അഭിപ്രായം. അല്ല മാഡം, ഇതൊരു ആദ്യ സംഭവമല്ല. യഥാർത്ഥത്തിൽ ഇത് പോലീസിൽ സ്ഥിരം നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. രണ്ടാമത്തത്, ഈ പോലീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ അടിമപ്പണി ചെയ്യുന്നുണ്ട്, അടിമപ്പണി ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ ജോലിക്കാരെ, ഈ പോലീസുകാരെ കൊണ്ട്. ഈ സെൻകുമാർ പെൻഷൻ പറ്റിയിട്ട് സെൻകുമാറിന്റെ വീട്ടില് എത്ര പോലീസുകാർ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്? ആരും അന്വേഷിച്ചിട്ടുണ്ടോ? അതുപോലെ പെൻഷൻ പറ്റി പിരിഞ്ഞാലും ഇവരെ വീടുകളിൽ ദാസിപ്പണി ചെയ്യാൻ പോലീസുകാരെ വച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഇതിൽ ആരും നല്ലവരില്ല. വിശേഷിച്ച് വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന എല്ലാ IPS കേഡറ്റുകളും വളരെ മോശമായിട്ടാണ് ഈ പോലീസുകാരോട് ഇടപെടുന്നത്. അതിൽ ഒരു സംശയമില്ല. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. സർവീസിലുള്ള ആളായിരുന്നോ? അല്ലല്ല, ഞാൻ KSRTCയിലെ ഡ്രൈവറായിരുന്നു. എനിക്ക് ഭംഗിയായിട്ട് അറിയാം. അതായത് ഞങ്ങളെ MD ആയിരുന്ന കൃഷ്ണകുമാർ സാറ് ADGP ആയിട്ടോ അല്ലെങ്കിൽ DGP ആയിട്ടോ കണ്ട പെൻഷൻ പറ്റിപ്പോയി. പക്ഷേ
പുള്ളി കർണാടകക്കാരനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ കണക്ക് ഒരു നല്ല മനുഷ്യൻ, ഒരു ആളിനെ കൊണ്ട് അനാവശ്യ ജോലി ചെയ്യിപ്പിക്കാത്തൊരു മനുഷ്യനാണ്. ഡ്രൈവറെ വെക്കില്ല. ഡ്രൈവറെ വെക്കണമെങ്കിൽ പോലീസ് ഡ്രൈവറെ വെക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിന് ഒരു ഡ്രൈവറെ വെക്കാറില്ല. ശരി, അത് പൈസ കൊടുത്താണ് വെക്കുന്നത്. അങ്ങനെ ചുരുക്കം വിരലിൽ എണ്ണാവുന്ന ചില ആൾക്കാർ മാത്രമാണ് ഈ പോലീസിന്റെ തലപ്പത്തുള്ള ആൾക്കാരിൽ അപൂർവം ചില മനുഷ്യർ മാത്രമേ ഉള്ളൂ നല്ലത്. ബാക്കിയുള്ള എല്ലാം ഈ ഒരാൾ 14 പേരെ പണിക്ക് വെക്കുമ്പോൾ ഒരു IPS ഉദ്യോഗസ്ഥ ഈ തരത്തിൽ ഉണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ്. വളരെ നന്ദി ബാലകൃഷ്ണപിള്ള വിളിച്ചതിനും താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിനും. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. പറഞ്ഞോളൂ. ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. പ്രേക്ഷകനിലേക്ക് തിരിച്ചു വരാം. ശ്രീ CR ബിജു, ഇവിടെ പോലീസുകാർ ഈ പണി തിരഞ്ഞെടുക്കുന്നതിന് അല്ലെങ്കിൽ അത് അവർക്കൊരു ഇതിലേക്ക് മാറുന്നതിന് ചില കാരണങ്ങളുണ്ട്. ചിലർ താല്പര്യത്തോടു കൂടി വരുന്നവർ ഉണ്ടായിരിക്കാം, മറ്റ് പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടാകുമ്പോഴുള്ള റിസ്ക് ഒഴിവാക്കാനായി. പക്ഷേ നിർബന്ധപൂർവം ആവശ്യപ്പെട്ട് എത്തുന്നവരാണ് ഈ ക്യാമ്പ് ഫോളോവേഴ്സിൽ പലരും. അവർക്ക് സ്ഥിരമായ ജോലിയല്ല അവരിൽ പലരുടേതും. ഒന്നുകിൽ അവർക്ക് ഇതിന്റെ പ്രതികാര നടപടികൾ ഏൽക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെയും നിലനിൽക്കുന്നു. പോലീസുകാരും അത്തരം പ്രതികാര നടപടികൾ ഭയന്ന് ഇതിനെത്തുന്നവർ ഒരുപാട് പേർ തന്നെയുണ്ട്. പരാതിപ്പെട്ടാലും അവർ സർവീസ് അവസാനിപ്പിക്കുന്നത് വരെയും ഏതൊക്കെ തരത്തിൽ പീഡനം ഏൽക്കേണ്ടി വരും എന്നത് ഭയന്ന് ഇത് സഹിക്കാൻ തയ്യാറാകുന്നവരാണ് ഏറെയും. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുത്താലും ഈ മേലുദ്യോഗസ്ഥരുടെ ഈ അടിമപ്പണിയിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുക എന്നത് എത്രമാത്രം സാധ്യമാകും? അല്ലെങ്കിൽ അത്രമാത്രം ശക്തമായ നിയമ സംവിധാനങ്ങളും ഈ ഉന്നതങ്ങളിലുള്ളവർ ഇത് നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനുള്ള ആർജവവും ഉണ്ടായാൽ മാത്രമല്ലേ അത് നടന്നു പോവുകയുള്ളൂ? ഗവാസ്കറിന്റെ അനുഭവത്തിലൂടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരം പ്രവൃത്തികൾക്ക് താല്പര്യമില്ലാത്തവരെ നിർബന്ധിച്ച് ആ ജോലി ഏൽപ്പിച്ച് അത്തരത്തിൽ പീഡനമുണ്ടാക്കിയാൽ പ്രതികരിക്കുവാൻ ശേഷിയുള്ളവർ പോലീസ് സംവിധാനത്തിൽ താഴെത്തട്ടിലുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. തീർച്ചയായിട്ടും ഇതൊരു മാതൃകയായിട്ട് പലരും കാണേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയുന്നു, ഇതിന് മേലുദ്യോഗസ്ഥന്മാരെ മാത്രമൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. കേരളത്തിലെ പോലീസ് സംവിധാനത്തിലേക്ക് പോലീസ് ആവാൻ യോഗ്യതയില്ലാത്ത പലരും കടന്നു വരുന്നുണ്ട്. പോലീസിന്റെ ജോലി ചെയ്യാൻ ശേഷിയില്ലാത്ത പലരും കടന്നു വരുന്നുണ്ട്. ആ പോലീസിന്റെ ജോലി ചെയ്യാനുള്ള മാനസിക പൊരുത്തമില്ലായ്മയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവുമായി എന്ത് പണിയും ചെയ്യുവാനുള്ള മനോഭാവത്തിലേക്ക് അപൂർവം ചിലരെങ്കിലും കടന്നു വരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അവരെ അത്തരത്തിൽ പോലീസിന്റെ ജോലി ചെയ്യാൻ നടന്നവർക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ സംവിധാനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുക എന്ന നിലപാടിലേക്ക് ഒരുപക്ഷെ ഞങ്ങൾക്ക് പോകേണ്ടി വരും. പോലീസിന്റെ ജോലിക്കെടുത്തവർ പോലീസിന്റെ ജോലി ചെയ്യുക, നിയമവിരുദ്ധമായ ഒരു പ്രവർത്തിക്കുമാരെയും ഉപയോഗിക്കാതിരിക്കുക. അത് കൃത്യമായി വകുപ്പ് തലത്തിൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി തന്നെ അതിനനുസരിച്ചുള്ള നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു പ്രേക്ഷകൻ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഓഫീസർമാർ മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന രീതിയിലുള്ള പ്രചരണമൊന്നും ശരിയല്ല. ഇന്നത്തെ കേരളത്തിലെ പ്രിയപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ശ്രീ ലോക്നാഥ് ബെഹ്റ IPS അവർ അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥനാണ്. വളരെ മാന്യമായിട്ടാണ് സബോർഡിനേറ്റ്സിനോട് പെരുമാറുന്നതും പോലീസിംഗ് നടപ്പിലാക്കുന്നതും. ഇത്തരത്തിൽ യാതൊരു രീതിയിലും മലയാളിക്കൊപ്പമുള്ള ഒരു രീതി തന്നെയാണ് അദ്ദേഹത്തെ പോലുള്ളവർക്കുമുള്ളത്. ഇത് അപൂർവങ്ങളിൽ ചില അപൂർവം ആൾക്കാരുടെ സ്വഭാവത്തിലും അവരുടെ സംസ്കാരത്തിലും വരുന്ന ശരികേടുകളാണ്. അത് അത്തരക്കാർ തിരുത്തി മുമ്പോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. തീർച്ചയായും ഒരു നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ ആ നാടിന്റെ സാംസ്കാരിക നിലവാരത്തിനും സാമൂഹ്യ നിലവാരത്തിനും അനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കേണ്ട സാഹചര്യമുണ്ട് എന്നതാണ് ഇത് തെളിയിക്കുന്നത്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇന്നലെ സൂചിപ്പിച്ചത്. അതിനനുസരിച്ച് ഇത്തരം വിഷയങ്ങൾ ഭാവിയിൽ ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനനുസരിച്ച് പോലീസ് കൂടുതൽ നവീകരിക്കപ്പെടും, പോലീസ് കൂടുതൽ മികവിലേക്ക് എത്തും. അതിനനുസരിച്ച് കൂടുതൽ പോലീസ് പ്രവർത്തനങ്ങൾക്ക് പോലീസുകാരെ ലഭ്യമാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ. ഇപ്പോൾ ശ്രീ സുഭാഷ് ബാബു കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം, ഗവാസ്കറിന്റെ സംഭവം ഉണ്ടായതിനു ശേഷം പിന്നീട് ഈ ക്യാമ്പ് ഫോളോവേഴ്സ്മാർ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യത്വരഹിതമായ പലതരത്തിലുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെട്ടുമൊക്കെ വാർത്ത വന്നതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നതും ഇപ്പോൾ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പിക്കാൻ പര്യാപ്തമായ നടപടിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതിപ്പോ മുമ്പും പല പ്രാവശ്യം പലരും ചെയ്തിട്ടുണ്ട്. 2001, 2002, 2003 കാലങ്ങളിൽ ശക്തമായിട്ട് ഇത് മുഴുവൻ നിർത്തലാക്കിയ ഒരു സംഭവം. അത് ഗവൺമെന്റൊന്നും ഇടപെട്ടിട്ടില്ല. ഡിപ്പാർട്ട്മെന്റിലെ DGP തന്നെ അത് ചെയ്തൊരു സംഭവങ്ങളും അനുഭവം നമ്മുടെയൊക്കെ മുമ്പിലുള്ളതാണ്. അപ്പൊ അതിനുശേഷം കാലാകാലങ്ങളിൽ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ അതിന് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അവരൊക്കെ DGPമാരായി റിട്ടയർ ചെയ്തു. അവരൊന്നും അത് ദുരുപയോഗം ചെയ്യുന്ന ചില ആളുകളില്ല. പക്ഷേ ഇപ്പോ അതിനുശേഷം അത് വ്യാപകമായി ദുരുപയോഗപ്പെട്ടു. പണ്ട് 800ഓളം പോലീസുകാർ അതാത് സമയത്ത് ക്യാമ്പിലേക്കും ക്യാമ്പ് ഫോളോവേഴ്സ് ആയിട്ടുള്ള പോലീസുകാരും അതുപോലെ തന്നെ
ക്യാമ്പ് ഫോളോവേഴ്സും മടങ്ങി ക്യാമ്പിലെത്തിയ കഥ നമുക്കറിയാം. അപ്പൊ അതിനുശേഷം ഇപ്പൊ സ്ട്രെങ്ത് ഒക്കെ കൂടി ഇപ്പൊ 1300-400 ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് അവരൊക്കെ തിരിച്ചു വരുന്ന ശേഷം പോലീസിനെ സംബന്ധിച്ചിടത്തോളം 1200 പോലീസുകാരെ 1500 പോലീസുകാരെ കൂടെ കൂടുതലായിട്ട് ജോലിക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ആ സംഭവമല്ലേ. അപ്പൊ അത് മുഴുവൻ ഇതുവരെ ദുരുപയോഗം ചെയ്യുന്നു. ഇവരുടെ ശമ്പളം മുഴുവൻ പൊതുജന സേവനത്തിന് പകരം സ്വകാര്യ വ്യക്തിയുടെ ദാസ്യവേല എടുക്കാൻ വേണ്ടി അവരുടെ വീട്ടുപണിക്ക് പോയി എന്ന് പറയുന്നത് ഗവൺമെന്റിന് വലിയൊരു നഷ്ടമാണ്. അത് പിടിക്കാൻ സാധിക്കുമെന്നില്ല. എന്നാൽ തന്നെ പിടിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തുന്നത് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നാലേ ഒരു പേടി ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൂടാതെ ഇതിപ്പം ഇനി വരില്ല എന്നൊന്നും എനിക്ക് വലിയ സുഭാഷ് ബാബു, അവിടെയാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇരിക്കുന്നിടത്താണ് ടി.പി. സെൻകുമാർ ഇന്ന് നടത്തിയ അഭിപ്രായം ശ്രദ്ധേയമാകുന്നത്. അദ്ദേഹം പറഞ്ഞത് നേതൃത്വത്തിന്റെ, ഈ പോലീസ് സംവിധാനത്തിന് നേതൃത്വം നൽകുന്നവരുടെ കഴിവുകേടാണ് ഇത് ആവർത്തിക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ DGP-ക്കു നേരെ കൂടിയാണ് അദ്ദേഹത്തിന്റെ വിരലുകൾ നീളുന്നത്. അതിൽ ഒരു പരിധിവരെ വസ്തുതയുണ്ട് എന്ന് തന്നെയല്ലേ താങ്കളുടെ അഭിപ്രായവും കൂടി നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അവരൊക്കെ ഇത് വ്യാപകമായി ദുരുപയോഗം ചെയ്തിട്ടുള്ള ആളുകളാണ്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ചില ഉപദേശകരുടെ അടുത്ത് എപ്പോഴും ആളുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിട്ടയർ ചെയ്ത പല ഉദ്യോഗസ്ഥന്മാർ ഈ സൗകര്യം ഉപയോഗിക്കുന്നില്ല. അതൊക്കെ ഇത് തന്നെ ദുരുപയോഗമാണ്. പിന്നെ റിട്ടയർ ചെയ്തവർക്കും കൂടി ഇത് കൊടുത്തു, ഉപദേശകനും കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഒരു വെറും തരംതാണ പണിയെന്നല്ലാണ്ട് അതിനൊക്കെ ഉള്ളൂ എന്ന് പറയാനുള്ളതാണ്. ഇപ്പം സെൻകുമാർ അദ്ദേഹമൊക്കെ ഉള്ള അവസരത്തിൽ കുറെ അദ്ദേഹം ശ്രമിച്ചു നോക്കി. പൂർണ്ണമായിട്ട് അദ്ദേഹം വിജയിച്ചില്ലെങ്കിലും അദ്ദേഹം ഇതിനൊക്കെ എതിരുള്ള വ്യക്തിയാണ്. അപ്പോ അത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇപ്പൊ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റപ്പെടുമെന്നൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഇതൊരു കാര്യം ചെയ്യും, നിങ്ങൾ പറ്റുവാണെങ്കിൽ ഓരോരുത്തരുടെ ആളുകളുടെയും ക്യാമ്പിൽ എത്ര പേര് ദുരുപയോഗപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ് റാങ്ക് അനുസരിച്ച് ഒരു ലിസ്റ്റ് വാങ്ങിച്ചൊന്ന് അയക്ക്. അങ്ങനെ ഒന്ന് അയച്ചു കഴിഞ്ഞാൽ അപ്പൊ വിവരം അറിയും നിങ്ങൾക്ക് ആരാണ് ഇത് വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റപ്പെടും, താൽക്കാലികമായി മാറ്റപ്പെടും എന്നുള്ളത് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ അത് കഴിഞ്ഞാലും ഇത് ഒളിഞ്ഞും തെളിഞ്ഞും, അതായത് ഇപ്പം നേരിട്ട് അയക്കാതെ ഇത് വേറെ ക്യാമ്പിൽ എന്തെങ്കിലും ഡ്യൂട്ടി കാണിച്ച് നീ അവിടെ പോയി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പുറത്തറിയാത്ത രീതിയിൽ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി ഇത് സംഭവിക്കുമെന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല. അതെന്തായാലും ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമില്ല. കാരണം ഈ സുഖം കിട്ടിപ്പോയി, ഇപ്പൊ അവർക്ക് അലവൻസ് വരെ കൊടുക്കുന്നുണ്ട്. ശാശ്വത പരിഹാരമാകില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. താങ്കൾ പറ്റുമെങ്കിൽ, താങ്കൾ തിരക്കാണെന്ന് അറിയാം, പറ്റുമെങ്കിൽ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. മറ്റൊരു പ്രേക്ഷകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. ഹലോ അനീഷ്, പറഞ്ഞോളൂ. ഇത് ഒരു 1985 മുതൽ എനിക്ക് നേരിൽ അറിയാന്നുള്ള ഒരു സംഭവമാണ് നടന്നു വരുന്നത്. അതെ, 85 മുതൽ നമ്മൾ കാണുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലെ IPS ഉദ്യോഗസ്ഥന്മാരെ വീടുകളിൽ 10-12 പോലീസുകാരെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുന്നത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും. ഇപ്പൊ ഇത് വ്യാപകമായി നമ്മളിങ്ങനെ ഒരു സംഭവം എടുത്തു വരുമ്പോൾ ഈ എല്ലാ പരാതികളും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഈ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ പരാതി അടിയിൽ പോകും. അങ്ങനെ അത് സംഭവിക്കാൻ പാടില്ല. ഇപ്പൊ ഇത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് എല്ലാവരും കൂടെ പരാതി പറയുമ്പോൾ ഈ അസോസിയേഷൻകാരൊക്കെ പലരും കൊള്ളാം എന്നൊക്കെ പറയുന്നെങ്കിൽ തന്നെ ഇത് നേരത്തെ ഇപ്പൊ സുഭാഷ് സാർ പറഞ്ഞതുപോലെ ഒരു ലിസ്റ്റ് എടുക്കുകയാണ് ചെയ്യാനുള്ളത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, മേലുദ്യോഗസ്ഥന്മാരെ വീട്ടില് എത്ര പോലീസുകാർ ജോലി ചെയ്യുന്നു. പല പോലീസുകാരും നമ്മുടെ അറിവിലുള്ളത് പല പോലീസുകാരും വളരെ മാനസികമായി സന്തോഷത്തോടുകൂടി പോയി ജോലിയിൽ ജോയിൻ ചെയ്യുന്നവരാണ്. ശരി, അതാണ് വിവാദമായ ഈ വിഷയത്തിനപ്പുറത്തേക്ക്, സുധേഷ് കുമാറിന്റെ വിഷയത്തിന് അപ്പുറത്തേക്കുള്ള എന്തിടപെടൽ ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. അതാണ് ശാശ്വത പരിഹാരത്തിലേക്ക് നയിക്കുകയും ചെയ്യുക. സനോജ് എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. എന്താണ് സനോജ് താങ്കൾക്ക് പറയാനുള്ളത്? മാഡം, എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ PSC എഴുതി ഇത്രയും കഷ്ടപ്പെട്ട് ആൾക്കാർ നൈറ്റ് നിന്ന് പഠിച്ചു ഒരു ജോലിക്ക് കിട്ടി, അതിൽ പോലീസിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ക്യാമ്പിൽ നിന്ന് ഡയറക്റ്റ് എന്തിന് ഇതുപോലെയുള്ള ജോലിക്ക് വിടുന്നു? അത് തെറ്റാണ്. കാരണം ഒരിക്കലും ഒരു ആള് പഠിച്ച് ഇറങ്ങി വന്നിട്ട് അയാൾക്ക് ഒരിക്കലും ഒരു മേലുദ്യോഗസ്ഥന്റെ വീട്ടിൽ പോയി അടിമപ്പണി ചെയ്യാനല്ല. അയാൾ ആ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എടുക്കുന്നത്. ഇതൊരിക്കലും ഇങ്ങനെ അനുവദിമല്ല. ഇത് കുറെ നാളുകളായിട്ട് നടക്കുന്ന സംഭവങ്ങളാണിത്. ശരി, വളരെ നന്ദി സനോജ് ചേർത്തലയിൽ നിന്ന് വിളിച്ചതിനും താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിനും. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ പോലീസുകാർക്ക് തെരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. ഇങ്ങനെയുള്ള ജോലിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയായ CR ബിജു നേരത്തെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായാൽ പരാതിപ്പെടാനുള്ള അവസരമുണ്ട് എന്നൊക്കെയും. പക്ഷേ എന്തുകൊണ്ട് ഇവർ ഈ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നു? ഇതിലേതെങ്കിലും തരത്തിലുള്ള
എതിർപ്പ് അറിയിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന നടപടികൾ എന്താണ് എന്ന ഒരു ആശങ്കയായിരിക്കുമോ അവർക്ക് ഇതിനെ വഴങ്ങിക്കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത്? അല്ല, കുറെ ആളുകൾ ഇഷ്ടപ്പെട്ടു പോകുന്ന പാർട്ടികളുണ്ട്. കാരണം അവർക്ക് അവിടെ പോയി ചുളു പഠിക്കാം. 2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാൾ വന്ന് 2 ദിവസമോ 3 ദിവസമോ വീട്ടിൽ പോകാം. അപ്പൊ അവിടെ ഉള്ള സമയത്ത് തന്നെ ഇതേമാതിരി എന്തെങ്കിലും പട്ടിയെ കുളിപ്പിക്കുകയോ, കുട്ടിയെ നോക്കുകയോ, കുട്ടിയെ കുളിപ്പിക്കുകയോ, വസ്ത്രം കഴുകുകയോ, അതേ വീട്ടിലെ എന്തെങ്കിലും വിടുപണിയോ ഒക്കെ ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ അധ്വാനമൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് 2 ദിവസം വീട്ടിൽ പോവാം. പിന്നെ ഇത് ചെയ്യുന്നതുകൊണ്ട് സന്തോഷമുള്ള കുറെ ആൾക്കാരുണ്ട്. അവരാണ് പ്രധാനമായിട്ട്. പിന്നെ അവരെ കിട്ടാതിരിക്കുമ്പോൾ എന്ത് ചെയ്തു, നിർബന്ധിച്ച ചില ആളുകളെ ആയിരിക്കും. അവർക്ക് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവം എന്താന്ന് പറഞ്ഞാൽ ഈ സിവിൽ പോലീസ് ഓഫീസറോ അതേമാതിരി ക്യാമ്പ് ഫോളോവറായിട്ടുള്ള ആൾക്കാരുമാണ്. അവരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ദ്രോഹിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അവരെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇതേമാതിരി ഭയം കൊണ്ടാണ് പറയുന്നത്. ഇതിപ്പോ ഈ വ്യക്തി അതായത് ആത്മാഭിമാനം ഉള്ളത് കൊണ്ട് അത് പീഡനം സഹിക്കാറില്ലാത്തതുകൊണ്ട്, പിന്നെ സ്ത്രീകളുടെ പീഡനമായതുകൊണ്ട് ഉദ്യോഗസ്ഥന്റെ ആണെങ്കിൽ ചിലപ്പോൾ അത് സഹിക്കേണ്ടി വന്നേക്കും. ഇതായതുകൊണ്ട് രക്ഷയില്ലാത്തതുകൊണ്ട് പ്രതികരിച്ചു. എന്തായാലും ശരി, ആ പ്രതികരണം ഒരു നല്ല ശുഭോദർക്കമായ കാര്യമാണ്. കാരണം ഇനിയിപ്പോ എന്താണെന്ന് പറയുക, സോഷ്യൽ മീഡിയയിൽ അതേമാതിരി ഏതെങ്കിലും രീതിയിൽ ഇനിയും കൂടുതൽ ഇതേ ചൂഷണം ഉണ്ടായാൽ അവരല്ലെങ്കിൽ പോലും മറ്റാളുകൾക്ക് അത് പൊതുജന ശ്രദ്ധയില് അല്ലെങ്കിൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, ചിലർ ഇത്തരം പണികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ഈ സർവീസിന്റെ ഭാഗമാകേണ്ടവരുമല്ല. ഈ സംവിധാനത്തിന്റെ, ഈ സർവീസിന്റെ ഉത്തരവാദിത്വം എന്ത് എന്ന പൂർണ്ണ ബോധ്യമില്ലാത്തവരായിരിക്കും അത്തരം ഈ രീതിയിൽ ജോലി ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് പൂർണ്ണമായും ഈ അടിമപ്പണി അവസാനിപ്പിക്കാനും മറ്റുള്ളവരിലേക്ക് ഇതിന്റെ ബാധ്യത എത്താതിരിക്കാനും റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടപടികൾ ഉൾപ്പെടെ അതനുസരിച്ചുള്ള മാറ്റം വരുത്തേണ്ടതിലേക്ക് കൂടിയല്ലേ ശ്രദ്ധ പതിയേണ്ടത്? തീർച്ചയായിട്ടും. ഇത് അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് ആ പണി എടുക്കാം. അവരെ അതിനാ വിടുപണി എടുക്കാനല്ലല്ലോ കൊണ്ടുവന്നേ. ക്യാമ്പിലുള്ള മാന്യമായ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരെ സേവിക്കുക, അല്ലെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവരെ തെരഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ ആളുകളുടെ വീട്ടിൽ പോയി വിടുപണി എടുക്കണേ അതിന് പോയാൽ പോരെ. ഇതിന് അവരെ വിടേണ്ട കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ സത്യം ഇനിയും രേഖയിൽപ്പെടുത്താതെ തന്നെ ഇതേമാതിരി അഭ്യാസങ്ങളൊക്കെ കാണിക്കും. കാരണം ക്യാമ്പിൽ നിന്ന് അവിടെ അസിസ്റ്റന്റ് കമാൻഡ്, ഡെപ്യൂട്ടി കമാൻഡിനെയൊക്കെ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ക്യാമ്പിലെ പണിയായിരിക്കും രേഖ കാണിക്കുന്നത്, ചെയ്യുന്ന അയാളുടെ വീട്ടിലായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അത് ഇന്റലിജൻസ് രീതിയിലോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ അയാൾ തിരിച്ചുവിടണം. തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ എന്താ പണി പോവും, വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ. ഒരു ശമ്പളം വാങ്ങിച്ചിട്ട് അവിടുന്ന് ഇവിടെയിപ്പോ 10,000-20,000 രൂപയൊക്കെ ക്യാമ്പ് ഫോളേഷൻ 15,000 രൂപ എന്റെ അലവൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് മറ്റൊരു കൊടുത്തോട്ടെ, അവർ വെച്ചോട്ടെ. തീർച്ചയായും സർക്കാർ ശമ്പളം വാങ്ങി ചെയ്യേണ്ട ജോലിക്ക് പകരം അടിമപ്പണി ചെയ്യുന്നതിനോ ചെയ്യിക്കുന്നതിനോ യാതൊരു ന്യായവുമില്ല എന്ന് തന്നെയാണ്. വളരെ നന്ദി ശ്രീ സുഭാഷ് ബാബു ഞങ്ങളോട് സഹകരിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ. മാധവൻ, പറഞ്ഞുകൊള്ളൂ താങ്കളുടെ അഭിപ്രായം. ഹലോ ഹലോ പറഞ്ഞോളൂ. ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, എനിക്ക് സംശയമുണ്ട്, നമ്മുടെ കേരളം ജനാധിപത്യമാണോ രാജ്യഭരണമാണോ നടക്കുന്നത്? ഈ അടിമക്കച്ചവടം മുമ്പ് അമേരിക്കയിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഏത് സ്ഥാപനത്തിലുള്ള ഉദ്യോഗസ്ഥരും അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക, എങ്കിലേ മറ്റുള്ളവരും ഇത് ആവർത്തിക്കാതിരിക്കും. കാര്യം ആർക്കും ഇവിടെ നമ്മൾ എല്ലാവരും ഫ്രീഡം കിട്ടിയ ജനങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ നിയമത്തിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം? നിയമം വിട്ട് കളിക്കുന്നവരെ വിത്തിൻ 24 hours തന്നെ അവർക്ക് നിയമ നടപടി എടുക്കേണ്ട കാലം കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ശരി, തിരുവനന്തപുരത്ത് മാധവൻ എന്ന പ്രേക്ഷകനാണ് വിളിച്ചത്. വളരെ നന്ദി വിളിച്ചതിന്. ഹരിദാസ് എന്ന പ്രേക്ഷകൻ കൂടി. പറഞ്ഞോളൂ ഹരിദാസ്. ഹലോ, പറഞ്ഞോളൂ. ഇവിടെ എന്ത് ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്താലും അവരെ താങ്ങാൻ ഇവിടെ DGP അടക്കം കലക്കാം. ഈ പാവപ്പെട്ടവൻ ചെറിയ ഇതൊക്കെ സൂഹിക്കോ, വേറെ കൂടുതലും പറയാനില്ല. ശരി, ഹരിദാസ് ആണ് കണ്ണൂരിൽ നിന്ന് വിളിച്ചത്. ശ്രീ CR ബിജു തുടരുന്നുണ്ട്. ശ്രീ CR ബിജു, ഇത്തരം നടപടികൾ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക തന്നെയാണ് വേണ്ടത്. അതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോലെയുള്ള സംഘടനകൾക്കും അതിന്റെ പ്രതിനിധികൾക്കും വഹിക്കാനുള്ള പങ്കും വളരെ വലുതാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ റിപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന പിന്തുണ നൽകുക, അവർക്ക് നിയമ പോരാട്ടം ആവശ്യമാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരുപാട് നിങ്ങൾക്കും സഹായിക്കാൻ പറ്റും. അത്തരം തുടർ നടപടികളും നിങ്ങളുടെ ഭാഗമായി ഇനി ഉണ്ടാകുമോ?
ഈ വിഷയം തീർച്ചയായിട്ടും ഇവിടെ സുഭാഷ് ബാബു സാർ പറഞ്ഞതുപോലെ തന്നെ ഇത് ആദ്യമായിട്ടല്ലല്ലോ, വർഷങ്ങളായി നിലനിന്ന് വരുന്ന ഒരു സിസ്റ്റം. അതിൽ ചില കുറവുകൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് വീണ്ടും ചില ശരികേടുകൾ നിൽക്കുന്നു എന്നതിന്റെ തെളിവ് ഈ ഗവാസ്കറിന്റെ വിഷയത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. കർശനമായ നിലപാടിലേക്ക് സർക്കാർ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഒറ്റയടിക്ക് പരിപൂർണതയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് വരില്ല എങ്കിൽ പോലും ഒരു വലിയ നല്ല തുടക്കമായി ഞങ്ങൾ ഇതിനെ കാണുന്നുണ്ട്. ആ തുടക്കത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം സർക്കാരിന്റെ ഇച്ഛാശക്തി കാണുമ്പോഴും വകുപ്പ് മേധാവികളുടെ അഭിപ്രായ പ്രകടനങ്ങൾ കേൾക്കുമ്പോഴും സംഘടനയുടെ നിലപാടുകൾ കൂടി വിലയിരുത്തി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒരു പരിഹാരത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നതെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് പോലീസ് സംഘടനകൾ എന്ന് തന്നെ. ശരി, അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും പോലീസിലെ അടിമപ്പണി തടയാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികൾ സ്വാഗതം ചെയ്യുമ്പോഴും ഭാവിയിൽ ഇത് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതിൽ കൂടി പോലീസ് തലപ്പത്തുള്ളവരും ഒപ്പം സർക്കാരും സംഘടനാ പ്രതിനിധികളും ഒക്കെയും തുടർ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശിക്കുന്നു. പ്രേക്ഷകർക്കും അതുതന്നെയായിരുന്നു പറയാനുള്ളത്. പൊതുവേദി പൂർണ്ണമാവുകയാണ്.